Hi friends, welcome back to my channel, Your Online Teacher. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ രണ്ട് പ്രോബ്ലം ചെയ്തിരുന്നു, അക്കൗണ്ടിങ് ഇക്വേഷനും ജേർണൽ എൻട്രീസും. ഈ ഒരു വീഡിയോയിലും ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്കും രണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കും. രണ്ടും ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവർ ചാനൽ പേജ് ഒന്ന് കയറി നോക്കുക, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നോക്കാം സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോമാറ്റ് ആദ്യം അറിയണം. ദ ഡേറ്റ്, റെസിപ്റ്റ്സ്, LFE എമൗണ്ട്, ഡേറ്റ്, പേയ്മെൻറ്റ്സ്, LF എമൗണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ റിസീവ് ചെയ്തത്, അതായത് നമുക്ക് കിട്ടിയതെല്ലാം ഇവിടെ എഴുതാം. നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് എല്ലാം പോയതൊക്കെ ഇവിടേക്ക് എഴുതാം. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കി, ക്യാഷ് ഇൻ ഹാൻഡ് 50,000 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് അല്ലേ. അതിനെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50,000 അത് എഴുതി. 2-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് പോയല്ലോ. സോ അതാ 2-ാം തീയതി പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് എഴുതി 20,000 എഴുതി. ഇനി മൂന്നാം തീയതി സാധനങ്ങൾ വിറ്റു 10,000 രൂപയുടെ. വിറ്റപ്പോൾ എന്താണ്, 10,000 രൂപ കിട്ടി, റെസിപ്റ്റ് ആണ്. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ സെയിൽസ് 10,000 അങ്ങനെ എഴുതി. അടുത്തത് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്, പർച്ചേസ് ചെയ്തതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പോയി. അപ്പോൾ ഇതാ പേയ്മെൻറ്റ് സൈഡിൽ ഫർണിച്ചർ 15,000. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സോജൻ്റെ അടുത്ത് നിന്ന് കടത്തിന് വാങ്ങിച്ചത് നമ്മൾ ഇതിൽ എഴുതില്ല. ക്യാഷിന് വാങ്ങിച്ചതോ ക്യാഷിന് കൊടുത്തതോ ആണ് നമ്മൾ എഴുതുള്ളൂ, അപ്പോൾ അത് എഴുതണ്ട. ഇനി ക്യാഷ് പെയ്ഡ് ടു സോജന് ക്യാഷ് കൊടുത്തു, അപ്പോൾ പേയ്മെൻ്റ് ആണല്ലോ. പേയ്മെൻറ്റ് സൈഡിൽ സോജൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ പേയ്മെൻറ്റ് സൈഡിൽ 8-ാം തീയതി സോജൻ 3,000 നമ്മൾ എഴുതി. അടുത്തത് സാലറി പേ ചെയ്തു 2,000 രൂപയുടെ, പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ ഇതാ സാലറി 2,000 രൂപ. അടുത്തത് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്താൽ ഡ്രോയിങ്സ് ആണ്, അതും പേയ്മെൻ്റ് ആണ്. സോ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് 500 എഴുതി. അടുത്തത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്. അപ്പോൾ പോയതായതുകൊണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2,000 എഴുതി. അടുത്തത് ക്യാഷ് പർച്ചേസ്, സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു, ക്യാഷ് കയ്യിൽ നിന്ന് പോയി. സോ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 1,000 എഴുതി. ഏറ്റവും ലാസ്റ്റ് കമ്മീഷൻ കിട്ടിയത് റെസിപ്റ്റ് ആണ്, റെസിപ്റ്റ് സൈഡിൽ കമ്മീഷൻ 400 എഴുതി. സോ എല്ലാം എഴുതിയല്ലോ. ഇനി ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡിലെ ടോട്ടലും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലും എടുത്ത് നോക്കിയിട്ട് ഏതാ വലുതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലെ കൂടുതൽ, അപ്പോൾ അതാ 60,400 എന്ന് എഴുതി. എന്നിട്ട് ഈ ഒരു ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ഇതെല്ലാം നമ്മൾ അതിൽ നിന്ന് കുറച്ചപ്പോൾ ഡിഫറൻസ് 16,900 കിട്ടി. അതാണ് ബാലൻസ് ക്യാരിഡ് ഔട്ട്. അടുത്ത മാസം 1-ാം തീയതി ഓപ്പോസിറ്റ് സൈഡിൽ അത് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് വെച്ചു. ഇത്രയേ ഉള്ളൂ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് നോക്കാം. അത് കുറച്ച് വലിയൊരു ക്വസ്റ്റ്യനാണ്, എന്തായാലും നമുക്ക് നോക്കാം. ക്യാഷ് ബാലൻസ് 60,000, ബാങ്ക് ബാലൻസ് 22,000. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷിൻ്റെ കോളത്തിൽ കണ്ടോ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് സെയിം രീതി തന്നെ ഡബിൾ കോളത്തിന് 2 എമൗണ്ട് കോളം ഉണ്ടെന്നുള്ളൂ. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ കോളത്തിൽ 60,000, ബാങ്കിൻ്റെ കോളത്തിൽ 22,000 എഴുതി. ഇനി പെറ്റി ക്യാഷ്യർക്ക് 1,000 രൂപ കൊടുത്തു. അപ്പോൾ എന്താണ്, പേയ്മെൻ്റ് ആണ് അല്ലേ, പേയ്മെൻ്റ് ആയപ്പോൾ അതാ പേയ്മെൻറ്റ് സൈഡിൽ പെറ്റി ക്യാഷ്യർ കാശായിട്ടല്ലേ കൊടുത്തത്, അപ്പോൾ ക്യാഷിൻ്റെ താഴെ കൊണ്ടുപോയി 1,000 രൂപ എഴുതി വെച്ചു. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 14,000 സെയിൽസ് ആണ്, നമുക്ക് പൈസ കിട്ടിയതാണ്, ക്യാഷ് കിട്ടിയതാണ്. സോ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇതാ 14,000 ക്യാഷിൻ്റെ കോളത്തിൽ എഴുതി. ഇനി വിജയുടെ അടുത്ത് നിന്ന് ക്യാഷ് 2,000 കിട്ടി, അങ്ങനെ പറഞ്ഞാലും എന്തുതന്നെയാണ്, അതും റെസിപ്റ്റ് ആണ്. വിജയ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എഴുതും വിജയ് 2,000. ഓക്കെ, വിജയുടെ കയ്യിൽ നമുക്ക് കിട്ടിയതാണ്, അപ്പോൾ 2,000 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി അടുത്തത് സാലറി പെയ്ഡ് ബൈ ചെക്ക്, പേയ്മെൻ്റ് ആണ്, പക്ഷെ ചെക്ക് വഴി അടച്ചതുകൊണ്ട് ബാങ്കിൽ എമൗണ്ട് എഴുതണം. 8-ാം തീയതി സാലറി ചെക്ക് വഴി അടച്ചതുകൊണ്ട് ബാങ്കിലാണ് എമൗണ്ട് എഴുതിയത്. അടുത്തത് പെയ്ഡ് സണ്ണി ബൈ ചെക്ക്, സണ്ണിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തു, അതും ചെക്കിലാണ് കൊടുത്തത്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ സണ്ണി എന്ന് എഴുതിയിട്ട് ബാങ്കിൽ വേണം ആ പൈസ കാണിക്കാൻ. പേയ്മെൻറ്റ് സൈഡിൽ സണ്ണി, ബാങ്കിൽ 3,000 രൂപ കാണിച്ചു. ക്യാഷ് പർച്ചേസ്, സാധനങ്ങൾ വാങ്ങിച്ചു, പേയ്മെൻ്റ് ആണല്ലോ, പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 5,000 നമ്മൾ കാണിച്ചു. ഇനി അടുത്തത് ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിലേക്ക് ഇട്ടു എന്ന് പറയുമ്പോൾ ബാങ്കിൽ 3,000 കൂടി, ക്യാഷ് നമ്മുടെ 3,000 കുറഞ്ഞു. അപ്പോൾ കൂടിയെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് അല്ലേ എഴുതുന്നത്, റെസിപ്റ്റ് സൈഡിലാണ് എന്ത് എഴുതുക, നമുക്ക് കിട്ടിയതെല്ലാം എഴുതാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബാങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ
ബാങ്കിൽ ഇട്ടെന്ന് പറയുമ്പോൾ ബാങ്കിൽ 3000 കൂടി. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തെഴുതണം? ക്യാഷ് ഇട്ടു എന്ന രീതിയിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ 3000 എഴുതി. കണ്ടോ, ബാങ്കിൽ 3000 എഴുതി, ക്യാഷ് ഇട്ടതുകൊണ്ട് സോ ക്യാഷ് എന്ന് എഴുതി. കോൺട്രാ എൻട്രി ആയതുകൊണ്ട് സി എന്ന് പറഞ്ഞിട്ട് എഴുതി. കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് എന്താ? ക്യാഷും ബാങ്കും മാത്രം വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് കോൺട്രാ എൻട്രികൾ. ഇനി ഇത് 2 സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണം. ഇവിടെ ബാങ്കിൽ കൂടിയത് ഓക്കെ നമ്മളിപ്പോൾ എഴുതി. ക്യാഷ് കുറഞ്ഞത്, ക്യാഷായിട്ട് നമ്മുടെ 3000 കുറഞ്ഞു, ബാങ്കായിട്ടല്ലേ കൂടിയത്. അപ്പോൾ ക്യാഷ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് സൈഡിലല്ലേ കാണിക്കേണ്ടത്. പേയ്മെൻറ്റ് സൈഡ് ക്യാഷ് കുറഞ്ഞ രീതിക്ക് ക്യാഷ് 3000 എഴുതി, അത് ബാങ്കിൽ ഇട്ടതുകൊണ്ടാണെന്നുള്ളതുകൊണ്ട് ബാങ്കിൽ നിന്ന് എഴുതി. കോൺട്രാ എൻട്രി സി നമ്മൾ കൊടുത്തു. ദെൻ അടുത്തത് ക്യാഷ് സെയിൽസ് നടന്നു, ക്യാഷ് കിട്ടിയില്ലേ 4000 രൂപ. അപ്പോൾ ഇതാ സെയിൽസ് നടന്നു, ക്യാഷ് 4000 കിട്ടി, അതിവിടെ എഴുതി. ദെൻ അടുത്തത് പർച്ചേസ് ഫർണിച്ചർ വാങ്ങിച്ചിട്ട് ക്യാഷ് കൊടുത്തു, അതായത് ക്യാഷിന് വാങ്ങിച്ചു. പേയ്മെൻറ്റ് സൈഡിൽ ഫർണിച്ചർ 8000 കാണിച്ചാൽ മതി. പേയ്മെൻറ്റ് സൈഡിൽ ആ ഫർണിച്ചർ 8000 നമ്മൾ കാണിച്ചു. ഇനി അടുത്തത് വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് കൂടി, ബാങ്ക് കുറഞ്ഞു. അപ്പോൾ ക്യാഷ് കൂടുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞത് ക്യാഷിൻ്റെ എമൗണ്ടിൽ 3000 എഴുതി. ക്യാഷ് കൂടിയല്ലോ, ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ടായതുകൊണ്ട് ബാങ്കിൽ നിന്ന് എഴുതി. കോൺട്രാ എൻട്രി ആയതുകൊണ്ട് സി കൊടുത്തു. ഇനി ക്യാഷ് കൂടി ബാങ്ക് കുറഞ്ഞു, അതേ തീയതി തന്നെ ബാങ്ക് കുറഞ്ഞു. അത് പേയ്മെൻറ്റ് സൈഡിൽ എഴുതിയാലല്ലേ കുറയുന്നത്. പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കുറഞ്ഞതുകൊണ്ട് ബാങ്കിൽ 3000 കുറച്ച് എഴുതി, അതായത് ക്യാഷ് എടുത്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ ക്യാഷ് എന്ന് എഴുതി. കോൺട്രാ എൻട്രി സി കൊടുത്തു. then ഇനി അടുത്തത് രാജൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി, അത് അപ്പോൾ തന്നെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു 7000 രൂപ 25-ാം തീയതി. രാജൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി, അത് ബാങ്കിലേക്ക് ഇട്ടു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബാങ്കിലേക്ക് ഇടുമ്പോൾ ബാങ്ക് കൂടി, ബാങ്കിൽ 7000 എഴുതി, രാജൻ്റെന്നായതുകൊണ്ട് രാജനെന്ന് എഴുതി. ദെൻ അടുത്തത് രാജൻ്റെ ചെക്ക് ബാങ്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എൻട്രി കൊടുക്കുക. നമ്മളിപ്പോൾ എന്താ എൻട്രി കൊടുത്തത്? ക്യാഷ് അക്കൗണ്ട് അറ്റ് രാജൻ എന്നുള്ളത് രാജൻ അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്നാക്കുക. അതായത് ഇവിടെ രാജൻ എന്ന് എഴുതിയല്ലോ. അപ്പോൾ ഡിസോണറായി ചെക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ നേരെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് രാജൻ എന്ന് എഴുതിയിട്ട് ബാങ്കിലെ 7000 കാണിച്ചാൽ മതി. ഡെബിറ്റ് സൈഡിൽ എഴുതി, ഡിസോണർ ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, അത്രയേ ഉള്ളൂ. ദെൻ ചാരിറ്റി പേ ചെയ്തു, പേയ്മെൻ്റ് ആണ് 2000 രൂപ. പേയ്മെൻറ്റ് സൈഡിൽ 2000 രൂപ എഴുതാം. അതാ പേയ്മെൻറ്റ് സൈഡിൽ 28-ാം തീയതി ചാരിറ്റി 2000 രൂപ എഴുതി. ദെൻ അടുത്തതാ പെയ്ഡ് ഇൻ ടു ബാങ്കിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ബാങ്ക് കൂടി, ക്യാഷ് കുറഞ്ഞു. അപ്പോൾ ബാങ്ക് കൂടി എന്ന് പറയുമ്പോൾ ബാങ്കിന് ഡെബിറ്റ് സൈഡിൽ 10000 എഴുതി, ക്യാഷ് ഇട്ടതുകൊണ്ടാണ്, സോ ക്യാഷ് എന്ന് എഴുതി. കോൺട്രാ എൻട്രി സി കൊടുത്തു. അപ്പോൾ ബാങ്ക് കൂടി. ഇനി ക്യാഷ് കുറയണം. ക്യാഷ് കുറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് 10,000 എന്ന് എഴുതി, ബാങ്കിൽ നിന്ന് എടുത്തതുകൊണ്ടാണെന്നുള്ള രീതിക്ക് ബാങ്കിൽ നിന്ന് എഴുതി. കോൺട്രാ എൻട്രി സി കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 സൈഡിലെയും ടോട്ടൽ നോക്കുക. ടോട്ടൽ നോക്കിയിട്ട് ഏതാണ് കൂടുതലെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് ക്യാഷ് കോളത്തിലും ബാങ്ക് കോളത്തിലൊക്കെ എമൗണ്ട് വരുന്നത്. അപ്പോൾ അത് 83,000ഉം ഇവിടെ 42 ആണ്. അത് നമ്മൾ 2 സ്ഥലത്തും എഴുതി 83,000 42,000. ഈ 83,000ൽ നിന്ന് ഇത്രയും എമൗണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിഫറൻസ് 54,000 കിട്ടി. ഈ 42,000ൽ നിന്ന് ഇത്രയും എമൗണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിഫറൻസ് 24,000 കിട്ടി. അത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. 31-ാം തീയതി ആ മാസത്തിലെ അവസാനത്തിൽ ക്യാരി ഡൗൺ ചെയ്തു. അടുത്ത മാസം 1-ാം തീയതി അത് ബ്രോ ഡൗൺ ചെയ്തു. 54,000 24,000. സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.